ഫിലിം ഗാരേജിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. പൃഥ്വിരാജിനെ നായകനാക്കി ബ്ലസി സംവിധാനം ചെയ്യുന്ന സിനിമ അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ഈ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. മാർച്ച് 28-ന് തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഈ ബിഗ് ബഡ്ജറ്റ് സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആക്കപ്പെട്ട പ്രീസെയിൽ കണക്കുകളാണ് വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഇന്നലെ വൈകിട്ടോടെ 70 ലക്ഷത്തിന് മുകളിൽ കേരള പ്രീസെയിൽ കളക്ഷൻ നേടിയെടുത്ത സിനിമ രാത്രിയോടെ അർദ്ധരാത്രിയോടെ 1 കോടി രൂപയ്ക്ക് മുകളിൽ കേരള പ്രീസെയിൽ കളക്ഷൻ നേടിയെടുത്തിരുന്നു. തുടർന്ന് ഇന്ന് ഉച്ചയ്ക്ക് പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം 12 മണിയോടെ 1,25 ലക്ഷത്തിലേക്ക് പ്രീസെയിൽ കളക്ഷൻ എത്തപ്പെട്ട സിനിമ ഉച്ച കഴിഞ്ഞ് 3 മണിയോടെ പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം 1,45 ലക്ഷത്തിന് മുകളിൽ കേരള പ്രീസെയിൽ ഗ്രോസ് കളക്ഷനിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. നിലവിലത് ഈ വീഡിയോ ചെയ്യുന്ന നിമിഷം 1.5 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ടാകുമെന്ന കാര്യത്തിലും സംശയമില്ല. അങ്ങനെ പൃഥ്വിരാജിന്റെ കരിയറിലെ ഏറ്റവും ഉയർന്ന പ്രീസെയിൽ കളക്ഷൻ കേരളത്തിൽ ലഭ്യമാകുന്ന സിനിമ കൂടിയായിട്ട് ആടുജീവിതം മാറിയിരിക്കുകയാണ്. നേരത്തെ 2022-ൽ തിയേറ്ററുകളിലേക്ക് എത്തിയ പൃഥ്വിരാജിന്റെ കടുവയാണ് പൃഥ്വിരാജിന്റെ സോളോ റിലീസായിട്ട് എത്തിയ സിനിമകളിൽ ഏറ്റവും ഉയർന്ന FT കളക്ഷനും ഏറ്റവും കൂടുതൽ പ്രീസെയിൽ കളക്ഷനും നേടിയെടുത്ത സിനിമ. ഇപ്പോഴത്തെ കടുവയുടെ ഫൈനൽ പ്രീസെയിൽ കളക്ഷനായി 1,25 ലക്ഷം ആടുജീവിതം തിയേറ്ററുകളിലേക്ക് എത്താൻ 4-ൽ പരം ദിവസങ്ങൾ ബാക്കിയുള്ളപ്പോൾ മറികടന്നിരിക്കുകയാണ്. ഒരു മാസ് എന്റർടൈനർ സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ പൃഥ്വിരാജിന്റെ കരിയർ ബെസ്റ്റ് സിനിമ കടുവ എന്ന സിനിമയുടെ FT കളക്ഷനും എന്തായാലും ആടുജീവിതം മറികടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എങ്ങനെ നോക്കിയാലും അർഹതപ്പെട്ട നേട്ടങ്ങളാണ് പൃഥ്വിരാജ് ആണെങ്കിലും ആടുജീവിതമാണെങ്കിലും തിയേറ്ററുകളിലേക്ക് എത്തുന്നതിന് മുന്നേ നേടിക്കൊണ്ടിരിക്കുന്നത്. ഇനി സിനിമയുടെ ബുക്ക് മൈ ഷോ നേട്ടങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ മാത്രം 50,000-ൽ പരം ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോയിലൂടെ മാത്രം വിറ്റഴിക്കപ്പെട്ടിരിക്കുന്നത്. കൂടാതെ ഏകദേശം 92-ലധികം ഫാസ്റ്റ് ഫിലിം ഷോസ് കൊച്ചി ഏരിയയിൽ മാത്രം ആടുജീവിതം എന്ന സിനിമയ്ക്ക് ഇതിനോടകം തന്നെ നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ബുക്ക് മൈ ഷോയിൽ തന്നെ മറ്റൊരു വമ്പൻ നേട്ടം എന്തെന്നാൽ 2 ലക്ഷത്തിലധികം ഇൻട്രസ്റ്റ് ബുക്ക് മൈ ഷോയിൽ കടക്കുന്ന മറ്റൊരു മലയാളം സിനിമ കൂടിയിട്ട് ആടുജീവിതം മാറിയിരിക്കുകയാണ്. നേരത്തെ ലാലേട്ടന്റെ മരിക്കാർ എന്ന സിനിമ കൂടി 2 ലക്ഷത്തിലധികം ഇൻട്രസ്റ്റ് ബുക്ക് മൈ ഷോയിൽ നേടിയെടുത്ത സിനിമയാണ്. ഇപ്പോഴത്തെ മരിക്കാറിനേക്കാൾ കൂടുതൽ ട്രെൻഡാണ് ബുക്ക് മൈ ഷോയിൽ ആടുജീവിതം എന്ന സിനിമയുടെ ഇൻട്രസ്റ്റിൽ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ തന്നെ 2,07,000-ൽ പരം ഇൻട്രസ്റ്റ് ആടുജീവിതം നേടിയെടുത്തിട്ടുണ്ട്. റിലീസിന് മുന്നേ എത്രത്തോളം ആടുജീവിതം എന്ന സിനിമ ഇൻട്രസ്റ്റ് നേടിയെടുക്കും ഫൈനലായിട്ട് എന്ന് കൂടി നാം ഉറ്റുനോക്കുന്നു. അപ്പോൾ കാത്തിരിക്കൂ പൃഥ്വിരാജിന്റെ ആടുജീവിതം എന്ന സിനിമയുടെ കൂടുതൽ ഇതുപോലുള്ള വാർത്തകൾക്കും വിവരങ്ങൾ കേട്ട്.